നമസ്കാരം. ഈ വീഡിയോ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത്രയും ഭാഗ്യമുള്ളവരാണ്. തെക്കൻ തിരുവിതാംകൂറിലെ ഭദ്രകാളി ക്ഷേത്രങ്ങളിലും മാത്രം കണ്ടുവരുന്ന ഒരു ആചാരമുണ്ട്, നിലത്തിപ്പോരെന്ന് പറയും. ഞാൻ ഈ ഫുൾ സ്റ്റോറിയോടുകൂടി നിങ്ങൾക്ക് ഈ വീഡിയോ കാണിച്ചു തരാം. നിങ്ങൾ അതിനു മുമ്പ് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക, എന്നാൽ മാത്രമേ എനിക്ക് ഇങ്ങനെയുള്ള കണ്ടൻറ്റുകൾ ഇനി ഇടാൻ പറ്റുള്ളൂ. പുരാണത്തിൽ നിന്ന് എടുത്തിട്ടുള്ളൊരു കഥയുടെ ആവിഷ്കാരമാണ് ഈ നിലത്തിൽ പോര് എന്ന് പറയുന്നത്. ആര്യവധമാണ് ഈ നിലത്തിൽ പോരിൻ്റെ ഇതിവൃത്തം. പണ്ട് ദാരികൻ എന്ന് പറയുന്ന ഒരു അസുരന് ബ്രഹ്മാവിൽ നിന്നൊരു വരം ലഭിച്ചു. ഒരു പുരുഷനും തന്നെ കൊല്ലാൻ സാധിക്കില്ല. ആ വരത്തോടു കൂടി ദാരികൻ ലോകത്തെ മുഴുവൻ അട്ടിമറിച്ചു. ലോകം മുഴുവൻ നാശം. ദേവഗണങ്ങളെല്ലാം പേടിച്ച് മഹാദേവനിൽ അഭയം പ്രാപിച്ചു. മഹാദേവൻ തൻ്റെ മൂന്നാം കണ്ണിൽ നിന്ന് ദേവീരൂപമായ ഭദ്രകാളി ദേവിയും ദാരികനും തമ്മിൽ കൊടും യുദ്ധം നടന്നു. 7 ദിവസം നീണ്ട യുദ്ധത്തിൽ ഒടുവിൽ ഭദ്രകാളി ദേവി ദാരികനെ വധിച്ചു. ദാരികനെ വധിച്ചിട്ടും കോപം മാറാത്ത ഭദ്രകാളി ദേവിക്ക് മുമ്പിൽ തൻ്റെ പിതാവായ മഹാദേവൻ തന്നെ അപേക്ഷയുമായി എത്തി. ഒടുവിൽ ലോകത്തിന് സർവൈശ്വര്യം വിതയ്ക്കുന്ന ഭദ്രകാളി ദേവിയായി ദേവി ഭൂമിയിൽ കുടികൊണ്ടു. ഇതാണ് നിലത്തിൽ പോരിൻ്റെ ഇതിവൃത്തം. തിരുവനന്തപുരം, കൊല്ലം ഭാഗത്ത് മാത്രമാണ് ഇപ്പോൾ നിലത്തിൽ പൂരം നിലവിൽ വരുന്നത്. തിരുവനന്തപുരത്തുള്ള മിക്ക ഭദ്രകാളി ദേവി ക്ഷേത്രങ്ങളിലും ഈ നിലത്തിൽ പോര് 7 വർഷം കൂടുമ്പോഴും 5 വർഷം കൂടുമ്പോഴും നടന്നു പോകുന്നത്. നിങ്ങളുടെ വീടിനടുത്തുള്ള ഏതെങ്കിലും ക്ഷേത്രങ്ങളുടെ വീഡിയോ ചെയ്യാനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് ബന്ധപ്പെടും. കൂടാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക.